മാലയിട്ട് കുറച്ചധികം ദിവസത്തെ നോയമ്പിന് ശേഷം ഏട്ടനും ഏട്ടൻ്റെ കൂട്ടുകാരനും കൂടെ ശബരിമലയ്ക്ക് പോവുകയാണ്. ക്രിസ്മസിന് ഒരാഴ്ച മുന്നെയാണ് ഇവർ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോസൊക്കെയാണ് ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് വണ്ടിമല ദേവസ്ഥാനം ഒരു അമ്പലത്തിലേക്കാണ്. അത് ചെങ്ങന്നൂർ തന്നെയുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഇരുമുടിക്കെട്ടിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അമ്പലത്തിലോ അല്ല വീട്ടിൽ ഇതുപോലെ കുടിൽ പോലെ കെട്ടിയിട്ട് അവിടെയാണ് നമ്മൾ സാധാരണ ഇരുമുടിക്കെട്ട് കെട്ടി ശബരിമലയ്ക്ക് പോകാറുള്ളത്. പക്ഷേ ഇത്തവണ ഭയങ്കര വ്യത്യസ്തമായിരുന്നു കേട്ടോ. ഈ ഒരു അമ്പലത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ വഴിപാടിന് രസീത് എടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇരുമുടിക്കെട്ടിന് ആവശ്യമായുള്ള എല്ലാ തേങ്ങയും എന്ത് സാധനമാണേലും അത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മൾ വഴിപാടിന് ഈ മാലയും അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങത്തില്ല, അതേപോലെ ഒരു പാത്രത്തിലാക്കി ഇതേപോലെ അരി എല്ലാ സാധനം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഒന്നും തന്നെ മേടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തോൾസഞ്ചി അങ്ങനെ എന്തെങ്കിലും മാത്രമേ മേടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഒരു വഴിപാടുണ്ടായിരുന്നു. കുഞ്ഞ് ആശുപത്രിയിലൊക്കെ കിടന്ന് ഒരുപാട് തവണ ആശുപത്രിയിലൊക്കെ ആയിട്ട് ഇച്ചിരി വയ്യാഴികൊക്കെ ആയിരുന്ന സമയത്ത് അമ്മയും പിന്നെ ഞാൻ ഡെലിവറി സമയത്ത് കുറച്ച് കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ ആ സമയത്തും ഒക്കെ ആയിട്ട് ഞാനും അമ്മയൊക്കെ ആയിട്ട് നേർന്നതാണ് കുഞ്ഞിൻ്റെ വലിയൊരു വഴിപാട്. ആരെങ്കിലും ശബരിമലയ്ക്ക് പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇതുപോലെ നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തേക്കാം എന്നാണ് നേർന്നത്. അപ്പം ഇത്രയും നാളുമായിട്ട് ആരും അങ്ങനെ പോയതായിട്ടില്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ പോയപ്പോൾ തന്നെയാണ് നമ്മൾ പിന്നെ ശബരിമലയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് നെയ്ത്തേങ്ങ നിറച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. എന്തൊക്കെയാണേലും അമ്പലത്തിൽ തന്നെ കെട്ടി ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മനസ്സിന് തൃപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടുള്ളത് നമ്മളിതുപോലെ ഇരുമുടിക്കെട്ടിനുള്ള സാധനങ്ങൾ വാങ്ങി ഇരുമുടിക്കെട്ട് അതിൻ്റെ തുണി അങ്ങനെ സഞ്ചി എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയത് വാങ്ങിയാലും നേരത്തെ ഉപയോഗിച്ചതാണെങ്കിലും ഒന്ന് കഴുകി ശുദ്ധി വരുത്തി ഒക്കെ വെച്ചിട്ട് പിന്നെ ഇരുമുടിക്കെട്ടിനുള്ള സാധനങ്ങൾ വാങ്ങി നെയ്യ് ഉരുക്കി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തും കണ്ടും ഒക്കെ ശീലമായതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു എളുപ്പപ്പണിയായിട്ട് തോന്നി. ഒന്നും ചെയ്യാതെ ശബരിമലയ്ക്ക് പോയതുപോലെ എനിക്കങ്ങ് ഫീൽ ചെയ്തു കേട്ടോ. മൊത്തത്തിൽ എനിക്കങ്ങ് ഉള്ളുകൊണ്ട് എനിക്കങ്ങോട്ട് തൃപ്തി വന്നില്ലായിരുന്നു. പിന്നെ അമ്പലത്തിൽ സാധാരണ നമ്മൾ ഇരുമുടിക്കെട്ട് എല്ലാം കെട്ടി നിന്ന് കഴിഞ്ഞ് അമ്പലത്തിലൊന്ന് ചുറ്റി വെച്ചിട്ട് ഗണപതിക്കൊരു തേങ്ങയൊക്കെ ഉടച്ചിട്ടാണ് സാധാരണഗതിയിൽ പോകാറുള്ളത്. പക്ഷേ ഇത്തവണ എന്താണെന്നറിയത്തില്ല, ഇവിടെ അങ്ങനെ ഒരു രീതിയൊന്നും കണ്ടില്ല. പിന്നെ ഒരു കാര്യം വെച്ചാൽ ആരും അങ്ങനെ അങ്ങോട്ട് ശരണം വിളിക്കുന്നൊന്നും ഇല്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ശരണം വിളിയൊക്കെ എല്ലാവർക്കും ഒരു ചമ്മൽ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ കെട്ടിയവൻ അതേപോലെ തന്നെ ഏട്ടാ ശരണം വിളിക്കുക എന്ന് പറയുമ്പോൾ മാത്രം ശരണം വിളിക്കുക മാത്രമേ ഉള്ളൂ. ആരും അങ്ങോട്ട് ശരണം വിളിക്കുന്നില്ല, ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ അമ്പലം വരുന്നത് ചെങ്ങന്നൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. വണ്ടിമല എന്നാണ് പറയുന്നത്. ഏട്ടൻ കുറേ നാൾക്ക് ശേഷമാണ് ശബരിമലയ്ക്ക് പോകുന്നത് കേട്ടോ. കൊറോണയായിരുന്നു, പിന്നെ കുറച്ച് ശബരിമല കുറേ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, സ്ത്രീ പ്രവേശനം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറേ നാളായിട്ട് പിന്നെ പോകാതിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞായി അങ്ങനെയൊക്കെ ഓരോരോ കാരണങ്ങളൊക്കെ വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പോകാതിരുന്ന് കഴിഞ്ഞിട്ട് ഇത്തവണ എന്തായാലും പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ ഏട്ടൻ്റെ ഒരു ചങ്കും കരളുമായിട്ടുള്ള കൂട്ടുകാരനാണ്. ഏത് കാര്യത്തിനായാലും രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആളെ പോലാണ് കേട്ടോ. രതീഷ് എന്നാണ് പേര്. ഈ അടുത്തിടയ്ക്ക് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുള്ളിയായിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയാണ് കെട്ട് തലയിൽ വെച്ചൊക്കെ കൊടുത്തത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നൊന്നും കണ്ടില്ല. അതിനുള്ള തേങ്ങയൊന്നും ആ തളികയിലില്ലായിരുന്നു. ഇരുമുടിക്കെട്ടിനുള്ള സാധനങ്ങൾ മാത്രമേ അവർ ആ തളികയിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആവശ്യത്തിന് മാത്രം അരി. അങ്ങനെ ടാറ്റ പറഞ്ഞവർ ശബരിമലയ്ക്ക് പോയി. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ മുറ്റമൊക്കെ കാണാൻ വേണ്ടി. ഇതേപോലെ ചെമ്പകത്തിൻ്റെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കിട്ടാകുന്ന ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.